ഡോക്ടർ അടിയോടിക്ക് ശേഷം ഒരു UDF MLA കിട്ടാത്ത പേരാമ്പ്രയിൽ ശക്തനായ TPUമായിട്ടുള്ള മത്സരത്തെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? അത് എത്തവണ UDF നിയമസഭയിലേക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പറഞ്ഞയക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ആരവമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും അതുപോലെ ഇവിടെ നടന്ന പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള റിസൾട്ടാണ് സൂചിപ്പിക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തിലാണല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ഈ ചോരക്കളി രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം. ആളുകളുടെ ആവശ്യങ്ങൾ, ഈ നാടിന് എന്താണോ ആവശ്യങ്ങളുള്ളത് അത് സംസാരിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിനെ കൊണ്ടുപോകുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല. അതിന് ഇവിടെയുള്ള ഞങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള ജനങ്ങളും എതിരാണ്. കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ചിട്ടുള്ള ജനവിധി ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ TPUയുടെ പേരാമ്പ്രയിലെ വികസനത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അതാണ്, അത് പറയേണ്ടത് ഞാനല്ലല്ലോ, ജനങ്ങളല്ലേ. ഞാനിവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അതെന്താണ് എന്ന് അവരിൽ നിന്ന് കേൾക്കുക. അതിന് മറ്റൊരു രൂപത്തിൽ പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ അതിന് പരിഹാരം കാണാനുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുക. അതിനനുസരിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കുക. ഇതൊക്കെയാണല്ലോ. ജനങ്ങൾ സംസാരിക്കട്ടെ, എന്താണ് ഇവിടെ നടന്നിട്ടുള്ള വികസനം എന്നുള്ളത്. കഴിഞ്ഞ 50 വർഷം എന്ന് പറയുന്നത് പല ആളുകളിൽ നിന്ന് വായിച്ചെടുക്കുന്നത് അവർ തൃപ്തരല്ല എന്നുള്ളതാണ്. നമുക്കിനി കുറച്ചുകൂടെ മറ്റുള്ള മണ്ഡലങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പം അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കണ്ടിട്ട് ഫോർസി ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റ് ആവശ്യമാണ് പേരാമ്പ്രയ്ക്ക്. ജനങ്ങളെ ലോകത്തിന് മുമ്പിൽ ഇത് അത്രയും സമ്പന്നമായിട്ടുള്ള നാടാണ്. നാച്ചുറൽ റിസോഴ്സിനെ കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ആ രൂപത്തിൽ അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ നാട്ടുകാർക്ക് വാക്ക് കൊടുക്കുന്നത്. ഓക്കെ, ആൾ ദ ബെസ്റ്റ് തലിയ.